ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്രിസ്മസ് ലീവിന് സ്കൂൾ പൂട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അന്ന് എഡിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. ഇപ്പം ഞാൻ ഗാലറിയിൽ നോക്കിയപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും തോന്നിയില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം. ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഒരു ഭാഗങ്ങളെന്ന് വെച്ചാൽ മിറ്റമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ടൗണിൻ്റെ കുറച്ച് കൂടല്ലൂർ നടത്തേക്ക് വരും. നടത്തേക്കിൻ്റെ ഒക്കെ കുറച്ച് ഉള്ളിലേക്കാണ്. ഇപ്പോൾ തുരുതുരാ വീടുകളാണ് കേട്ടോ. ഇവിടെ ഒരു ചുമര് ഇതുണ്ടോ, ഇത് നമ്മളെ റൂമിൻ്റെ ഒരു ചുമര്, പക്ഷെ അപ്പുറത്ത് വീടാണുള്ളത്. അതുകൊണ്ട് ഇതൊന്നുമില്ല, മിറ്റവും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളെ വീട് തന്നെ കേട്ടോ. ഇത് വാടക കൊടുത്തിക്കാണ്. ഇതാണ് നമ്മളെ വീട്. കുട്ടികള് ടി വി കണ്ടിരിക്കുകയാണ്. അതുപോലെ ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ. അതിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ചീര വരയ്ക്കാൻ പോകാം. അമ്മ അവിടെ കിടക്കണ്ടേ, കാണാനൊന്നുമില്ല, പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ചീര വരച്ചാൻ പോകാം. ഇത് ചെരുപ്പോടെ ചെരുപ്പിടാം. ഞാൻ ആ ചീര അരച്ചിട്ട് തരാം. ഗേറ്റ് കുറ്റിട്ടിട്ടാണ് കേട്ടോ. ഗേറ്റ് എന്ന് അറിയാനൊന്നുമില്ല. ഇതെങ്ങനെ ഇപ്പോൾ കുറ്റിയിട്ടിക്കണ്? ഇതിപ്പോൾ എങ്ങനെ തുറക്കുക? ഇല്ല കേട്ടോ, കുറ്റിയൊന്നും ഇട്ടിട്ടില്ല. ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇത് റോഡാണ്, ഞാൻ പറഞ്ഞില്ലേ. തുരുതുരാ വീടാണ്. ഒരു ഉള്ളിലേക്കാണ് നമ്മളെ വീട്. ഇത് നമ്മളെ വീടാട്ടോ. ഇത് വാടക കൊടുത്തിരിക്കുകയാണ്. ആ നീല ഡോറുള്ളത് വേറെ ആളെ വീടാണ്, അത് വാടക കൊടുക്കണത് തന്നെ. ഇതിൽ ആളുണ്ട് കേട്ടോ, വാടകക്കാരുണ്ട്. ആ ഉള്ളിലുള്ളതാണ് നമ്മളെ വീട്. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഉള്ളിലുള്ള ഒറ്റ വീട് പോലെ. മിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രീ ആയിട്ടിരിക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. അവിടെ ഫുള്ള് തുരുതുരാ വീടുകളാണ് തൊട്ടടുത്ത്. അത് ഞാൻ പറഞ്ഞ അവിടെ ചീര, ഒരു കുന്നത്ത് ചീര ഉണ്ടാ. ഇത് വേറെ ആളാണ് വീട്. അങ്ങനെ അടുത്തടുത്ത വീടുകളാട്ടോ. ഒന്നുമില്ല, നമുക്ക് ആ ചീര അരച്ചിട്ട് വരാം. ഇപ്പോൾ നമുക്ക് നല്ല രസമുണ്ടല്ലേ. താത്ത ചീര പറിച്ചിട്ടേ, ചീര പറിച്ചിട്ടേ. ഇത് ഉമ്മ പറഞ്ഞീനോ? വരുന്നുണ്ടോ? അതന്നെ അമ്മ പറഞ്ഞീന്, വെള്ളമില്ല, വെള്ളം കമ്മിയാണ് എന്ന്. അതന്നെ. ആരും വന്നിട്ടില്ല. അതന്നെ. എല്ലാരും ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊക്കെയാണ്. ശരി. നിങ്ങൾ പറിച്ചലില്ലേ ചീര?
ആ അതെ 2 മതി ഉമ്മാക്കൊന്നും പറ്റൂലായിരുന്നു ചീര എനിക്ക് മാത്രം പരിപ്പിട്ടേക്കാന് ആ നല്ലണ്ടേ ഇമ്മ പറഞ്ഞിട്ട് മനസ്സിലാക്കില്ല മതിയേ അതെ ആ അതന്നെ അതന്നെ പണിയൊക്കെ കഴിഞ്ഞോ ആ അതന്നെ നമുക്ക് പറിക്കാം കേട്ടോ ചീര അങ്ങനെ ചീര പറിച്ചിട്ട് കേട്ടോ അമ്മക്ക് കാണിച്ചു കൊടുക്കാം അപ്പം എന്തെങ്കിലും പറയട്ടോ എന്തിനാ അത്ര തോനെ പറിച്ചേ ചോദിക്കും തോന്നൊന്നുമില്ല ചിലപ്പം പറയും ഞാൻ കാണിച്ചു തരാം ആ മതി എനിക്ക് മാത്രമല്ല മനത്ത് പറഞ്ഞത് അമ്മന്ന് പറയാ എന്താ ചീര ഇത് മതിയില്ലേ മുള്ളനാണേ മുള്ളനല്ല മുള്ളൊന്നുമില്ല വെള്ളത്തിലിട്ടേക്കാനൊന്നുമില്ല പൊടിയൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കണ്ടോ പൊടിയും കൂടിയും പറയിട്ടില്ല നല്ല ഉണ്ട് നമുക്കിത് നന്നാക്കാം കേട്ടോ ഇമ്മ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലേ ഇമ്മ പറയും തോനെ പറിച്ചിട്ടൊന്നോന്ന് നന്നാക്കാം വെള്ളം വെച്ചാലെന്നാ തന്നെ വേണം ആ ശബ്ദമൊക്കെ കളയും ആ ഒന്നും വേണ്ട ആ നല്ലത് മാത്രം മതിയൊക്കെ കളഞ്ഞത് പൂവ് കളഞ്ഞു പിച്ച് ഒരു ഇച്ചിരി മതി തിന്നിവിടെ ഉണ്ടാക്കിയിട്ട് തിന്നതൊക്കെ അപ്പോഴേക്കാരമ്മ അതാ മുയിക്കളെടുക്കല്ലേ അങ്ങനൊന്നും പറയാൻ പാടില്ല ഓരോ താത്തമാർക്ക് എത്ര കുട്ടികൾ വീഡിയോ മറ്റാൻ വലിയ മുളക് നെയ്സ് കാണണം ക്യാപ്സിക്കം അത് കാണണം അതിക്ക് അധികം ഒന്നും സാധനം വേണ്ട പച്ചക്കറി മുട്ട ഇറച്ചി മുറിച്ചിങ്ങാണ്ട് പൊരിച്ചണം ചെറുതാക്കി കിച്ചുവിൻ്റെ കൈ കടയുണ്ട് എന്ന് പറഞ്ഞിട്ടേ കുറച്ച് നേരം വീഡിയോ എടുക്കുന്നിട്ട് പറയുമ്പോൾ കൈ കടയുണ്ട് മൂന്നറി സാരില്ലടാ കുറച്ച് നേരം കൂടി വീഡിയോ എടുക്കടാ എന്താടാന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇടിപ്പിച്ചിട്ട് വീഡിയോ എടുപ്പിച്ച കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മളുടെ ചാനലിൽ 6000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് കേട്ടോ മാഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഇതിൽ നിന്ന് വീഡിയോ എടുത്തതിന് കുറേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനും മടിയായിട്ട് കുറേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളെ കാണുള്ളൂ അങ്ങനെ ചീരയൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഞങ്ങൾ കറി വെക്കാൻ പോവാണ് ഞാനിങ്ങനെ ഒരു പരിപ്പും ചീരയും താളിക്കുക തക്കാളി ഇടും ചെറിയ ജീരകം പിന്നെ പരിപ്പ് പച്ചമുളക് ഇട്ടിട്ട് വേവിക്കും
അതിൻ്റെ ശേഷമാണ് ചീര ഇടുക. എന്നിട്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ തൂങ്ങിക്കും. അപ്പോൾ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ വലിയുള്ളി കൊണ്ട് ആണ് തൂങ്ങിച്ചത്. ചോറ് വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, തേങ്ങ അരച്ച് വെച്ച. അങ്ങനെ കറി തൂമ്പിച്ച് പാരാമിക്കാണ്. നിങ്ങളെങ്ങനെയാണ് പരിപ്പും ചീരയും വെക്കുന്നത് പോലെയാണോ? കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ അടിപൊളി ചീരയും പരിപ്പും താളിച്ചത് റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.